കാശ്മീരിലെ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 3 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ സംയുക്ത ഓപ്പറേഷൻ തുടരുന്നതായി സൈന്യം അറിയിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് നിതിൻ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രദേശത്ത് കുറച്ചധികം നേരമായി ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സേനാ വിഭാഗങ്ങൾ എന്തെങ്കിലും ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടോ ഇപ്പോൾ? നിലവിൽ ഇപ്പോഴും സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം ജമ്മു കാശ്മീരിലെ രജൌരി മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് എന്നാണ്. രജൌരിയിലെ തനമാണ്ടി മേഖലയിൽ വെച്ചാണ് സൈന്യം സഞ്ചരിച്ച 2 വാഹനങ്ങൾക്ക് നേരെ ഭീകരരുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 3 സൈനികർ വീരമൃത്യു വരിക്കുകയും 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഇപ്പോഴും മേഖലയിൽ സംയുക്ത സേനകളുടെ ഭാഗത്തുനിന്നുള്ള നടപടി തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ ഒരു സംയുക്ത സേനയുടെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ഈ ഓപ്പറേഷനായി കൂടുതൽ സൈനികർ ഈ മേഖലയിലേക്ക് എത്തുന്നതിനിടയിലാണ് പതിഞ്ഞിരുന്ന ഭീകരർ സൈനികർക്ക് നേരെ ഇത്തരത്തിൽ വെടിയുതിർത്തത്. ഈ ആക്രമണത്തിലാണ് 3 സൈനികർക്ക് വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ മേഖലയിൽ നടക്കുന്ന 2ാമത്തെ ഭീകരാക്രമണമാണിത്. എന്തായാലും കൂടുതൽ സൈനികർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് സൈന്യം അറിയിക്കുന്ന ഒരു വിവരം. എന്തായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 3 സൈനികർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജമ്മു കാശ്മീരിലെ രജൌരിയിലാണ് സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. 3 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായി, 3 പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ സംയുക്ത ഓപ്പറേഷൻ തുടരുന്നു എന്നാണ് സേനാ വിഭാഗങ്ങൾ അറിയിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.